ഹലോ നമസ്കാരം, ഗുഡ്വിൽ പാചകത്തിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നാടൻ രീതി ചിക്കൻ തേങ്ങ അരച്ച കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ അതിനായിട്ട് ഒരു 250 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ തേങ്ങ വറുത്തരച്ച കറിക്ക് നമ്മൾ ഒരു അരമുറി തേങ്ങ നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമ്മൾ എല്ലാ സ്പൈസസും ഇടും. പിന്നെ വറ്റൽമുളക്, ചുവന്നുള്ളി എല്ലാം കൂടി ഇട്ടിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇട്ട് അവസാനം വറുത്തരച്ച് വയ്ക്കാവുന്ന രീതിയിലാണ് നമ്മൾ തേങ്ങ വറുത്ത് വെച്ചേക്കണേ. ഇനി നമുക്ക് ചിക്കൻ എങ്ങനെ വറുത്തരച്ച് വയ്ക്കാമെന്ന് നോക്കാം. അതിനായി നമ്മളൊരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നാടൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു തവി വെളിച്ചെണ്ണ മതിയാവും. നമ്മൾ 1/4 കിലോ ചിക്കനല്ലേ എടുത്തിട്ടുള്ളൂ, അത് ഒരു തവി വെളിച്ചെണ്ണ പാകത്തിനാണ്. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. പെരിഞ്ജീരകം പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ കടുകും കൂടി ഇട്ട് കൊടുക്കാം. കടുക് നമ്മൾ ആദ്യം ഇട്ട് പൊട്ടിക്കുകയാണ്. സാധാരണ എല്ലാവരും ചിക്കൻ കറി ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് ലാസ്റ്റ് താളിപ്പിടുന്നത്. നമ്മൾ ആദ്യം തന്നെ ഇട്ട് കൊടുക്കുകയാണ്. കടുക് നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഒരു ചോള വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ജൂലിയും ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഒരു 3 കഷ്ണം പച്ചമുളകും ഒരു 2 കറിവേപ്പിലയും 2 കഷ്ണം വറ്റമുളകും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇതിനെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. സാധാരണ നമ്മൾ വീടുകളിലൊക്കെ വറുത്തരച്ച് വെക്കില്ലേ, അതേ രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും വറ്റൽമുളകും എല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. കറിവേപ്പിലൊക്കെ ഇതിലേക്ക് നമ്മൾ 8 ചുവന്നുള്ളി സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു കഷ്ണം സവോള നമ്മൾ നൈസായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അതും ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ലേശം ഉപ്പിട്ട് കൊടുക്കുക. നമുക്ക് ഇവനെ നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. സവോളയൊക്കെ നന്നായി വാടി വരേണ്ടതുണ്ട്. നല്ല രീതിയിൽ ഇവനെ ഒന്ന് ഇളക്കി കൊടുക്കാം എല്ലാ സൈഡിലും. സവോള നന്നായിട്ട് വാടി വരണം. സവോള നന്നായിട്ട് വാട്ടിയെടുക്കണം. അതുവരെ നമ്മൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. സവോള വാടി വരാൻ ഏകദേശം ഒരു 10 മിനിറ്റെങ്കിലും പിടിക്കും. ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് ഫൈൻ പേസ്റ്റായിട്ട് മിക്സിയിൽ അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങ ഫൈനായിട്ട് വറുത്തരച്ച് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. അതോടൊപ്പം നമ്മുടെ സവോളയും വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർക്കേണ്ടതുണ്ട്. ഇപ്പോൾ നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു കഷ്ണം തക്കാളി സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിപ്പോൾ ചേർത്ത് കൊടുക്കാം. തക്കാളി ഇതിനകത്ത് നന്നായിട്ടൊന്ന് വാടി വരേണ്ടതുണ്ട്. അതിനെ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. എന്നിട്ട് നമുക്ക് മസാല ചേർക്കാം. അപ്പോൾ നമ്മുടെ തക്കാളി നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് മസാല ചേർക്കാൻ പോവുകയാണ്. തക്കാളി നന്നായി വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഓരോന്നോരോന്നായി മസാലകൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമുക്കിതിനെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പച്ചമണം മാറേണ്ടതുണ്ട്. ഈ മസാലയുടെ പച്ചമണം മാറിയാലാണ് ആ കറിക്ക് അതിൻ്റെ അനുസരിച്ച് ഫ്ലേവർ വരുള്ളൂ. അപ്പോൾ മസാല നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നേരത്തെ അരച്ച് വെച്ച നമ്മുടെ തേങ്ങ വറുത്തരപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വറുത്തരപ്പാണ് ചേർക്കാൻ പോകുന്നത്. ഇതിനെ നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. നമ്മുടെ മസാല വറുത്തരപ്പൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ചിക്കൻ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ 1/4 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് എല്ലാ രീതിയിലും ചിക്കനിലൊക്കെ മസാല വരട്ടി വെക്കണം. മൂടി വെച്ച് ഒരു 15 മിനിറ്റ് വേവിച്ചിട്ട് വേണം നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാൻ. തിളപ്പിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. നമ്മുടെ ചിക്കൻ നന്നായി മസാലയൊക്കെ ഇളക്കി യോജിപ്പിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് 15 മിനിറ്റ് മൂടി വെച്ച് പിന്നെ വേവിക്കണം. എന്നിട്ടാണ് നമ്മൾ വെള്ളം ചേർക്കുന്നത്. നമ്മുടെ ചിക്കൻ ഏകദേശം 15 മിനിറ്റ് ആയിട്ടുണ്ട് നമ്മൾ വേവാൻ വെച്ചിട്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മുടെ മൂടി വെച്ച കാരണം ചിക്കൻ്റെ ജ്യൂസൊക്കെ ഇറങ്ങി നല്ല
കുഴമ്പ് പരുവത്തിലായി വന്നിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞ ചിക്കൻ നമ്മൾ കറി വയ്ക്കുമ്പോൾ മൂടി വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ ആ ചിക്കനകത്തു നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി നല്ല ആ മസാലയിലേക്ക് കയറി നല്ല കുഴമ്പ് പരുവത്തിലായിരിക്കും. ജസ്റ്റ് ഇളക്കി കൊടുക്കാം. ആ ചിക്കൻ്റെ ഇതിലേക്ക് എല്ലാ കളറും വന്നിട്ടുണ്ട് മസാലയുടെയൊക്കെ. ലേശം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കും. നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ കളറും മാറണമെന്നാണ് നമ്മൾ ഈ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണേ. വറുത്തരച്ച കറി ആയതുകൊണ്ട് വീടുകളിലൊക്കെ വയ്ക്കുമ്പോൾ കുഴപ്പമില്ല, നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കുന്നവർക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഒരു 15 മിനിറ്റ് മൂടി വെക്കാണ്ട് നമുക്ക് വേവിച്ചെടുക്കണം. അപ്പോഴേക്കും നമ്മുടെ കറി ഏകദേശം റെഡിയാവും. അപ്പോൾ നമ്മുടെ വറുത്തരച്ച ചിക്കൻ കറി റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ നാടൻ ചിക്കൻ കറി വറുത്തരച്ച് നല്ല തിക്ക് ഗ്രേവിയിൽ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. നല്ല സെറ്റപ്പായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ വറുത്തരച്ച നാടൻ രീതിയിലുള്ള ചിക്കൻ കറി ഇന്നുണ്ടാക്കിയത് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയൊരു ഐറ്റമായി വീണ്ടും കാണാം.